ജയരാജ്, ഇവിടെ രാജീവ് പിന്നാർ പറഞ്ഞതുപോലെ അത് കെട്ടിപ്പോക്കിയ ഇല്ലാത്ത ഒന്നല്ല, പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമായത് എങ്ങനെയാണ്? സാധ്യമായത് ഈ പറയുന്ന രീതിയിൽ 400-700 ചില്ലുവാനം മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ ചെലവിൽ വാങ്ങാനുള്ള 25 കൊല്ലത്തെ കാൽനൂറ്റാണ്ട് കാലത്തേക്കുള്ള ആര്യാടൻ മുഹമ്മദിന്റെ കരാർ 7 കൊല്ലത്തോളം ഇവിടെ നമ്മൾ ആ കറണ്ട് വാങ്ങി. എന്നിട്ട് എന്തോ കാരണം പറഞ്ഞ് അത് ഇല്ലാതാക്കി, അത് റദ്ദാക്കി. യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റായി കേരളം ഇന്ന് അനുഭവിക്കുന്നതിന്റെ അതിന്റെ യഥാർത്ഥ വസ്തുത ആ കരാർ എന്തോ കാരണത്താൽ ദുരൂഹമായി റദ്ദാക്കാനുള്ള തീരുമാനമല്ലേ റെഗുലേറ്ററി കമ്മീഷന്റെ ചാരി ശ്രീ ജയരാജ്? അതിനു മുമ്പ് എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം തന്നെ ഇൻ്റർഫിയർ ചെയ്യരുത്. പ്രധാനമായിട്ട് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ആ അച്ഛൻ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് വീട്ടിൽ അന്ന് നമ്മളൊക്കെ ബഹുമാനത്തോടെ സ്വാമി എന്ന് വിളിക്കുന്ന ബാലാനന്ദ സ്വാമി, ബാലാനന്ദൻ സഖാവ്, ഈ ബാലാനന്ദൻ മരിച്ചുപോയ അദ്ദേഹം, ഈ ബാലാനന്ദനായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് വളരെ കുഞ്ഞായിരുന്നു അന്ന് ഞാൻ. അപ്പോഴവർ പറയുന്നത് ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് 97-ലാണെന്ന് തോന്നുന്നു അത് നടപ്പിലാക്കുന്നത്. അത് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ് 35 വർഷത്തേക്കുള്ള പവർ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് SNC ലാവ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വിവാദം കൊണ്ടുവരികയും എന്നിട്ട് നോ ഡെലിബറേറ്റ് ആക്ട് നോർ എനി ഈവിൽ ഡിസൈൻ എന്ന് CBI സ്പെഷ്യൽ ജഡ്ജ് രഘു അത് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറേ എന്താണ് പറയുന്ന പരിസ്ഥിതി തീവ്രവാദികളുണ്ട്, അങ്ങനെ തന്നെ യൂസ് ചെയ്യണം, പരിസ്ഥിതി തീവ്രവാദികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴക്കാടുകൾ നിലനിൽക്കുന്ന എവിടെയാണ്? ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലാണ്. എത്ര പേർക്ക് അറിയാമത്? ടീക്ക് പ്ലാന്റേഷൻസിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കൽപ്പാക്കത്തെ പോലെ ഇവിടെ തോറിയം വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ പവർ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അഡീഷണൽ ഉണ്ടാക്കുന്നത്? എന്ത് സംഭവം കൊണ്ടുവന്നാലും ഒന്നുകിൽ ഈ ഫണ്ട് നീലാണ്ടന്മാരുണ്ട് കേരളത്തിൽ, ഇതിന്റെ പേരിൽ ഫണ്ട് വാങ്ങിക്കുകയും ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഫണ്ട് നീലാണ്ടന്മാരുടെ നാടാണ് കേരളം. അവരെന്ത് വിടുപണിയും ചെയ്യും. എന്ത് ഫണ്ട് വാങ്ങിയ എന്തെങ്കിലും തെളിവുണ്ടോ? വെറുതെ പറയല്ലേ. എന്താണ് ഫണ്ട് നീലകണ്ഠൻ അധിക്ഷേപിക്കാൻ ആ നീലകണ്ഠൻ എന്ത് ഫണ്ട് വാങ്ങിയെന്നാണ് താങ്കൾ പറയുന്നത്? ഫണ്ട് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ CR നീലകണ്ഠനെയാണ് ഉദ്ദേശിച്ചെന്ന് താങ്കൾ അങ്ങനെ. ഞാൻ ആരെയും പേരെടുത്ത് വെച്ച് അധിക്ഷേപിക്കുന്നില്ല. ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടായത്, ഹാഷ്മി ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസം ഉണ്ടായത് പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ? കൊല്ലത്ത് പറയാറുണ്ട് ഒരു തൊട്ടി കിണറ്റി വീണാലും അതിൻ്റെ കാരണം പിണറായി വിജയനാണെന്ന്, അതിൻ്റെ കാരണം ഇവിടുത്തെ പ്ലാനിങ് ഇല്ലാത്തതാണെന്ന്. ലാനിന എന്ന് പറഞ്ഞ പ്രതിഭാസം അതുകൊണ്ട് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യ മൊത്തം വരണ്ടോണ്ടിരിക്കുകയല്ലേ. പാമ്പുകൾ പുറത്തിറങ്ങുന്ന അതിൻ്റെയും കാരണം. എന്തൊരു നാണമില്ലാത്ത വാദവങ്ങളാണ് ഈ രാജു പി നായരൊക്കെ വന്നിരുന്നോട് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ സുരേഷ് കുമാർ സാറ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പം ഇൻഡക്ഷൻ കുക്കർ പറയാൻ പറ്റത്തില്ല, പിന്നെ ലാനിന പറയാൻ പറ്റത്തില്ല, ഓവർലോഡ് പറയാൻ പറ്റത്തില്ല, ഔട്ടേജസ് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ തുറന്നു പറഞ്ഞ് നമ്മൾ പ്രതിസന്ധിയിലാണെന്ന് പറ. നമുക്ക് അരമണിക്കൂർ വൈദ്യുതി കട്ടേണ്ടി വരുമെന്ന് പറ. അല്ലാതെ ഉടായ്പാണെങ്കിൽ എന്തിനാ? അങ്ങനെയുണ്ടോ ഒരു ദുരഭിമാനം? 12 വർഷം UAE ജീവിച്ച, ഞാൻ പറയുന്നത് കേൾക്കൂ. 12 വർഷം UAE ജീവിച്ചിരുന്ന ഒരാളാണ്. എത്ര തവണ ഔട്ടേജസ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? സുനാമിയുടെ കാലത്ത് എത്ര തവണ പവർ ഗ്രിഡ് ഫെയിലർ ഉണ്ടായിട്ടെന്നറിയോ? ഇതിനേക്കാളുമൊക്കെ ഉയർന്ന ചൂടിൽ എൻ്റെ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് AC ഇട്ട് പുറത്ത് കറങ്ങി നടന്നിട്ടുണ്ട് ഒരു രാത്രി മൊത്തം. അന്ന് എൻ്റെ മകൾ വളരെ കുഞ്ഞു കുട്ടിയാണ്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല വികസിത സ്ഥലങ്ങളിലും. വികസിതമെന്ന് നമ്മൾ കരുതുന്ന പല സ്ഥലങ്ങളിലും ഇതിനേക്കാളുള്ള ചൂട് കൂടിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ ഉണ്ടാവാറുണ്ട്. ദിവസങ്ങളോളം ATM കാർഡിൽ ATM മെഷീനുകൾ വർക്ക് ചെയ്യാതായിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ PR വർക്ക് കൊണ്ട് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഇവിടെ കാറില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, ഇവിടെ കാറില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, കൈക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് കാറിൽ AC ഇട്ട് കറങ്ങാൻ പാങ്ങില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, പുറത്തിറങ്ങി പാമ്പ് ഓടിക്കുന്ന ഭയക്കുന്ന പാവങ്ങൾ. അതിനെപ്പറ്റി കൂടെ പറയേണ്ടത് നമ്മൾ. അഭാവമാണെന്നൊക്കെ പറയുന്നത് പൊട്ട ന്യായം ഉണ്ടല്ലോ ലക്ഷ്മി. ഇത് വിൽക്കും. ഇത് വിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചീപ്പ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിൽ വിൽക്കും. സാമാന്യ ജനത്തിന് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.